മുട്ടനാടുകളെ ക്രോസിംഗ് ചെയ്യുന്നതിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടാണോ ആട്ടിൻകുട്ടികൾ ജനിക്കുന്നത്? വളരെ വിവാദമായൊരു യൂട്യൂബ് വീഡിയോ നമ്മുടെ കർഷകരുടെ ഇടയിലൊക്കെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഒരു കർഷകൻ തൻ്റെ അറിവില്ലായ്മ വിളമ്പിയത് അത് ഒരുപാട് ആൾക്കാരിൽ തെറ്റിദ്ധാരണ വരുത്തുകയും ചെയ്തു. ശാസ്ത്രീയമായിട്ട് ഒരു അടിത്തറയില്ലാത്തൊരു കാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കാരണം മുട്ടനാടുകൾ ഒരു പെണ്ണാടിനെ ക്രോസ് ചെയ്യുന്നതിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടല്ല കുട്ടികൾ ജനിക്കുന്നത്. മതിയിൽ നിൽക്കുന്നൊരു പെണ്ണാടിനെ ഒരു മുട്ടനാട് ഒറ്റ പ്രാവശ്യം ക്രോസ് ചെയ്താൽ മതി ആട്ടിൻകുട്ടികൾ ജനിക്കാൻ. ജീവജാലങ്ങളിൽ ക്രോമസോമുകളാണ് ആൺപെൺ വർഗത്തെ സൃഷ്ടിക്കുന്നത്. പുരുഷനിൽ XY ക്രോമസോമുകളും സ്ത്രീയിൽ XX ക്രോമസോമുകളാണ് ഉള്ളത്. ഇണചേരൽ നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് ബീജങ്ങളാണ് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കപ്പെടുന്നത്. ഇതിൽ കരുത്തരായ ചലനശേഷിയുള്ള ബീജങ്ങൾ സ്ത്രീയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അണ്ഡവുമായിട്ട് സംയോജിക്കുമ്പോൾ ബീജസങ്കലനം നടക്കുകയും അത് ഭ്രൂണമായി ഗർഭാശയത്തിൽ വളരുകയും ചെയ്യും. നമ്മളിവിടെ ആടിൻ്റെ കാര്യമാണല്ലോ പറയുന്നത്. പെണ്ണാടിൽ എത്ര അണ്ഡങ്ങൾ ഉൽപ്പാദിക്കപ്പെടുന്നോ അതാണ് കുട്ടികളുടെ എണ്ണത്തിന് മാനദണ്ഡം. ഇനി ആൺ പെൺ വർഗത്തെ തീരുമാനിക്കാനുള്ള കഴിവ് അത് മുട്ടനാടുകളിൽ നിക്ഷിപ്തമാണ്. കാരണം മുട്ടനാടുകളിലെ XY ക്രോമസോമുകളിൽ X പെണ്ണാടുകളിലെ Xുമായിട്ട് കൂടിച്ചേരുമ്പോൾ പെൺകുട്ടികളും മുട്ടനാടുകളിലെ Y ക്രോമസോം പെണ്ണാടുകളിലെ Xുമായിട്ട് കൂടിച്ചേരുമ്പോൾ ആൺകുട്ടികളുമാണ് ഉണ്ടാകുന്നത്. ഇതുമായിട്ട് കൂട്ടിച്ചേർക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് കേട്ടോ. മതിയുടെ അവസാന സമയങ്ങളിൽ ക്രോസ് ചെയ്യിക്കുന്നത് പെൺകുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുമോ? പെൺമൃഗങ്ങളിൽ അവരുടെ മതികാലം 1 ദിവസം മുതൽ 3 ദിവസം വരെ കാണാറുണ്ട്. ഇങ്ങനെ നീണ്ട മതി കാണുന്ന മൃഗങ്ങളെ മതിയുടെ ആദ്യവും അവസാനവും ക്രോസ് ചെയ്യിക്കുന്നത് ഉത്തമമായിരിക്കും. പെണ്ണാടുകളിൽ അല്ലെങ്കിൽ പശുക്കളിൽ മതിയുടെ അവസാന സമയം ക്രോസ് ചെയ്യിക്കുന്നതോ കൃത്രിമ ബീജസങ്കലനം നടത്തുന്നതോ പെൺകുട്ടികൾ ജനിക്കുന്നതിന് സാധ്യത കൂട്ടും. ഇങ്ങനെ പറയുന്നതിൻ്റെ ശാസ്ത്രീയമായ വശം കൂടി നമ്മൾ അറിയണം. ക്രോമസോമുകളുടെ കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ. അതിൽ X ക്രോമസോം വളരെ ആക്റ്റീവും എന്നാൽ ആയുർദൈർഘ്യം കുറഞ്ഞവയുമാണ്. Y ആകട്ടെ ആക്റ്റീവ് കുറഞ്ഞവയും എന്നാൽ ആയുർദൈർഘ്യം കൂടുതലുള്ളവയാണ്. മുട്ടനാടിനെ പെണ്ണാടിനെ തമ്മിൽ ഇണ ചേർത്ത് കഴിഞ്ഞാൽ ഈ മുട്ടനാടിൻ്റെ ബീജം ഗർഭാശയത്തിൽ 12 മുതൽ 24 മണിക്കൂർ വരെ ജീവിക്കും. എന്നാൽ പെണ്ണാടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അണ്ഡമാകട്ടെ അത് 6 മുതൽ 10 മണിക്കൂറിനകത്ത് നശിച്ചു പോവുകയും ചെയ്യും. ഇതിനിടയിൽ വേണം ഗർഭധാരണം നടക്കാനായിട്ട്. ഇങ്ങനെ മതിയുടെ അവസാന സമയങ്ങളിലാണ് ഇണചേർക്കൽ നടക്കുന്നതെങ്കിൽ അണ്ഡവിസർജനം നടക്കുകയും Xുമായിട്ട് കൂടിച്ചേർന്ന് പെൺകുട്ടികൾ ജനിക്കുകയും ചെയ്യും. അണ്ഡവിസർജനം നടക്കാത്തൊരു സമയത്താണ് ഇണചേരൽ നടക്കുന്നതെങ്കിൽ ആയുർദൈർഘ്യം കുറഞ്ഞിട്ടുള്ള X ക്രോമസോം നശിച്ചു പോവുകയും ശേഷിക്കുന്ന Y ക്രോമസോം Xും Yയുമായിട്ട് കൂടിച്ചേർന്ന് ആൺകുട്ടികൾ ജനിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പെൺകുട്ടികളെയാണ് കൂടുതൽ ആഗ്രഹിക്കുന്നതെങ്കിൽ ആടുകളിൽ മതി കണ്ട് ഉടനെ ക്രോസ് ചെയ്യിക്കാതെ മതിയുടെ അവസാന സമയത്ത് വേണം ക്രോസ് ചെയ്യിക്കാനും. അതുപോലെ പശുക്കളിലൊക്കെ ആണെങ്കിൽ കൃത്രിമ ബീജസങ്കലനം നടത്താനും.